ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ റിയൽമിയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമിയുടെ ഇപ്പം ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്, കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 6800 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി നാർസോ N61 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. HD റെസൊല്യൂഷനെ വരുന്നുള്ളൂ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് കൊടുത്തിട്ടുള്ളൂ. 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂണി SoC T612 എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 32 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയ്ക്കാണ് വരുന്നത്. 5000 mAh ബാറ്ററിയും പിന്നെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊന്നും ഇതിൽ വരുന്നില്ല. ഈ ഒരു ഫോൺ 6800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് C61 എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. പക്ഷേ അതിന്റെ വില ഇപ്പം വരുന്നത് 7200 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. എന്തായാലും ഏതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ N63 അല്ലാന്നുണ്ടെങ്കിൽ C63 എന്നീ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഏകദേശം സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. പിന്നെ സെയിം പ്രോസസ്സറുമാണ് വരുന്നത്. പക്ഷേ ക്യാമറയിൽ 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററി തന്നെയാണ് വരുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. ഇതിൽ നാർസോ N63 എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം 8300 രൂപ പ്രൈസ് റേഞ്ചിലും C63 എന്നുള്ള സ്മാർട്ട് ഫോൺ 8500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 10 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. കുറച്ച് പഴയ ഫോണാണ്, എന്നാലും ഇതിൽ 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ 6.4 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. പിന്നെ 90 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. മീഡിയാടെക്കിന്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സറെ കൊടുത്തിട്ടുണ്ട്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 10,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പഴയ ഫോൺസ് ഓക്കെയാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ AMOLED ഡിസ്പ്ലേ വേണം എന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. പിന്നെ 5G ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 10,700 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ റിയൽമി C67 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ വരുന്ന ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പക്ഷേ LCD പാനലാണ് കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മീഡിയാടെക് Dimensity 6100 പ്ലസ് എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 10,700 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് റിയൽമി നാർസോ 70X 5G അതുപോലെ തന്നെ റിയൽമി 12X 5G എന്നീ ഫോണുകൾ വരുന്നുണ്ട്. ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്, പക്ഷേ എക്സ്ട്രാ ആയിട്ട് 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇതിൽ നാർസോ 70X 5G എന്ന സ്മാർട്ട് ഫോൺ 11,500 രൂപ പ്രൈസ് റേഞ്ചിലും 12X 5G എന്ന സ്മാർട്ട് ഫോൺ 12,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. അപ്പം അതും വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 13,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഇപ്പം റിയൽമി P1 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇപ്പം ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക് Dimensity 7050 എന്ന പ്രോസസ്സറാണ് വരുന്നത്. സെയിം പാക്ക് ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെയാണ് വരുന്നത്. 13,800 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് റിയൽമി നാർസോ 70 എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. പക്ഷേ വില ഇപ്പോൾ കാണിക്കുന്നത് 17,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ റിയൽമി P1 ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പിന്നെ നിങ്ങൾക്ക് 15,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ബെസ്റ്റ് പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 70 ടർബോ അതുപോലെ തന്നെ P1 സ്പീഡ് എന്നീ ഫോണുകൾ 15,300 അതുപോലെ തന്നെ 15,600 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് അവൈലബിൾ ആണ്. ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും ബാറ്ററി സെറ്റപ്പും ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക് Dimensity 7300 എനർജി എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. ഇതിൽ നാർസോ 70 ടർബോ എന്ന സ്മാർട്ട് ഫോൺ 15,300 രൂപ പ്രൈസ് റേഞ്ചിലും P1 സ്പീഡ് എന്ന സ്മാർട്ട് ഫോൺ 15,600 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് പ്രോസസ്സർ പെർഫോമൻസ് ഇതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ക്യാമറയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം 16,700 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇതിന് പകരം റിയൽമി നാർസോ 70 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് റിയൽമി 12 Plus എന്നുള്ള സ്മാർട്ട് ഫോൺ 17,800 രൂപ പ്രൈസ് റേഞ്ചിലും വരുന്നുണ്ട്.
അപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. പിന്നെ MediaTek Dimensity 7050 എന്ന പ്രോസസ്സറെ കൊടുത്തിട്ടുള്ളൂ. 5000 mAh ബാറ്ററിയും ബെറ്റർ ആയിട്ടുള്ള 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ Narzo 70 Proയിലും 12+ലും മെയിൻ ക്യാമറ സെൻസറിന്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് ഈ ഫോണിനോട് വരുന്നത്. അപ്പം ഇതിൽ Narzo 70 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 16,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. 12+ എന്നുള്ള സ്മാർട്ട് ഫോൺ 17,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ Realme 12 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. നിങ്ങൾക്ക് കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ കേർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ 20,000 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് മികച്ചൊരു ക്യാമറ പെർഫോമൻസ് വരുന്ന റിയൽമിയുടെ ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ 6.7 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കേർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതിൽ Snapdragon 6 Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+32+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പും അതുപോലെ തന്നെ പ്രോസസ്സറും വേണമെന്നുണ്ടെങ്കിൽ Realme 12 Pro Plus എന്ന സ്മാർട്ട് ഫോൺ 123,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. ഇതിൽ Snapdragon 7s Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+64+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. ഇതിൽ പെരിസ്കോപ്പ് ലെൻസ് വരുന്നുണ്ട്. പിന്നെ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ താഴെയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോണാണ് Realme 13 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ. അപ്പം അതിലോട്ട് വരുമ്പോൾ സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സും സെയിം പ്രോസസ്സറൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ക്യാമറയിലുള്ള ടെലിഫോട്ടോ ലെൻസ് മിസ്സിംഗ് ആണ്. പിന്നെ 5200 mAh ബാറ്ററിയാണ് വരുന്നത്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടാണ് വരുന്നത്. അപ്പം 20,900 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ Realme 13 Pro Plus വരുന്നുണ്ട്. ഇപ്പം അതിൽ സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സും സെയിം പ്രോസസ്സറൊക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ അതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെരിസ്കോപ്പ് ലെൻസ് ലഭിക്കുന്നുണ്ട്. 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും അതിൽ വരുന്നുണ്ട്. 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഫോൺ കൺസിഡർ ചെയ്യാം. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള Realme 14 Pro Plus വരുന്നുണ്ട്. പക്ഷേ വില 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം അതിലോട്ട് വരുമ്പോൾ 6.83 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. കേർവ്ഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള Snapdragon 7s Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പിന്നെ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ 26,900 രൂപ പ്രൈസ് റേഞ്ചിൽ Realme GT 60 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. റിയൽമിയുടെ 30,000 രൂപയ്ക്ക് താഴെ ബെസ്റ്റ് പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. അപ്പം ഇതിലും 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. കേർവ്ഡ് ഡിസ്പ്ലേ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. Snapdragon 7+ Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അപ്പം ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ഒന്നും വരുന്നില്ല. അപ്പോൾ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡിവൈസ് അല്ല ഇത്. പിന്നെ 5500 mAh ബാറ്ററിയും 120 വാട്ടിന് ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 26,900 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ 35,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് Realme GT 6 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ക്യാമറയിൽ എക്സ്ട്രാ ആയിട്ട് 50 മെഗാ പിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. സെയിം ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. പിന്നെ ബെറ്റർ ആയിട്ടുള്ള Snapdragon 8s Gen 3 എന്ന പ്രോസസ്സറും വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും ക്യാമറയും വേണമെന്നുണ്ടെങ്കിൽ 35,000 രൂപ പ്രൈസ് റേഞ്ചിൽ Realme GT 6 നോക്കാവുന്നതാണ്. പിന്നെ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ 55,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് Realme GT 7 Pro എന്ന സ്മാർട്ട് ഫോൺ നോക്കാം. അപ്പം ഇതിൽ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഡോൾബി വിഷന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. Snapdragon 8Elite എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+50+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5800 mAh ബാറ്ററി 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 55,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് റിയൽമിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. അപ്പം ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.